യേശുവിൽ പ്രിയരെ, ഇന്ന് സഭാമാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ ഒത്തിരി തവണ വായിച്ചിട്ടും ധ്യാനിച്ചിട്ടുമുള്ള തിരുവചനമാണ് താലന്തുകളുടെ ഉപമ. ഭൃത്യന്മാരെ വിളിച്ച് യജമാനൻ താലന്തുകൾ ഏൽപ്പിച്ചു പോകുന്ന മനോഹരമായ രംഗം. താലന്തുകൾ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ 5 കിട്ടിയവൻ 5 കോടി വർദ്ധിപ്പിക്കുന്നു, 2 കിട്ടിയവൻ 2 കോടി വർദ്ധിപ്പിക്കുന്നു, ഒരുവൻ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല, അത് കുഴിച്ചിട്ട് മടിയനായിട്ടിരിക്കുകയാണ്. ഇതിൽ വർദ്ധിപ്പിച്ച ആളുകൾ യജമാനൻ വരുമ്പോൾ കയ്യിൽ കൊടുക്കുമ്പോൾ പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: നീ നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സന്തോഷം ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ വചനം എന്ന് പറയുകയാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളെ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ കാരണമാകും. അങ്ങനെയാണല്ലോ നമ്മുടെ മിക്ക സന്തോഷം. ഇപ്പം മക്കൾക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഈ പ്രാവശ്യം ഒരു 10 മാർക്ക് മേടിച്ചു, അടുത്ത പ്രാവശ്യം 20 മേടിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്ക് എന്തൊരു സന്തോഷമാണ്. അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ എന്തൊരു സന്തോഷമാണ്, ആനന്ദമാണ്. അപ്പം അങ്ങനെ നല്ല മാർക്ക് മേടിക്കുന്നവരെ റാങ്ക് ലിസ്റ്റുകളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണും. അപ്പോൾ അവരെ ഓർത്ത് ലോകം മുഴുവൻ ആനന്ദിക്കുകയാണ്, നല്ല മധുരം പങ്കുവെക്കുന്നു എല്ലാം. അതിന് നേടിയെടുക്കുന്ന ഒരു കഷ്ടപ്പാടുണ്ട്, അതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട്, നമുക്കറിയാം. വെറുതെ ഒരു താലന്തിനെ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു താലന്തിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടത് യജമാനനെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ്. ഈ ഭൃത്യന്മാർ എന്തുകൊണ്ടാണ് ഈ താലന്തിനെ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത്? യജമാനൻ വരുമ്പോൾ യജമാനനെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഒന്നുകൂടി നേടി എന്നുള്ളത് ഒരു അഭിമാനമായി അവർ കാണുകയാണ്. എന്നാൽ കുഴിച്ചിട്ട മനുഷ്യനോ, അവനും യജമാനെക്കുറിച്ച് തന്നെ ബോധ്യം. യജമാനൻ കൊള്ളില്ലാത്തവനാണ്, അവൻ നീതി കാണിക്കാത്തവനാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നാൽ മതി. രണ്ടുപേരും ചിന്ത ഒന്ന് തന്നെയാണ്, യജമാനെ കുറിച്ചാണ്. പക്ഷെ പ്രവർത്തനം രണ്ടായി എന്നുള്ളതാണ്. ഒരുവന് യജമാനനെ ആകർഷിക്കണം, അവന് നല്ല സന്തോഷിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഈ പരാജയപ്പെട്ടവൻ്റെ പ്രശ്നം എന്താണ്? അവന് യജമാനെ ഭയമായിരുന്നു, പേടിയായിരുന്നു, അല്ലെങ്കിൽ യജമാനെ കുറിച്ച് നെഗറ്റീവ് ചിന്തയാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മളിങ്ങനെ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സന്തോഷിപ്പിക്കുന്നുണ്ട്, പക്ഷേ എന്നെ ഓർത്ത് എൻ്റെ ഈശോ സന്തോഷിക്കുന്നുണ്ടോ? എൻ്റെ യജമാനൻ അത് കർത്താവാണ്, എന്നെ സൃഷ്ടിച്ചവൻ ദൈവമാണ്. ആ ദൈവത്തെ എനിക്ക് പ്രീതിപ്പെടുത്തി ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ തന്നെ സന്തോഷിക്കും. എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റി, എനിക്ക് അവനെ വഴക്ക് പറയാൻ പറ്റി, ഞാൻ വലിയവനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സന്തോഷിക്കാറുണ്ട്. പക്ഷേ ചോദ്യം ഇതാണ്: ഞാൻ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം സന്തോഷിക്കുന്നുണ്ടോ? ഞാൻ നുണ പറഞ്ഞ് രക്ഷപ്പെടുമ്പോൾ ആ സമയത്തെ ഞാൻ അതിജീവിച്ചതിൻ്റെ പേര് ഞാൻ സന്തോഷിക്കാറുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്: ഞാൻ സന്തോഷിച്ചപ്പോൾ എൻ്റെ യജമാനൻ, എൻ്റെ യേശു സന്തോഷിക്കുന്നുണ്ടോ? ഈ അലസനായിരുന്ന ഭൃത്യനെ പറ്റിയതല്ലേ? അവൻ ഇങ്ങനെ ഉറങ്ങി ജീവിച്ചു, അവൻ്റെ സന്തോഷത്തിലേക്ക് അവൻ മാറി. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ്റെ യജമാനനെ സന്തോഷിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പരിധി വരെ പരാജയം. താലന്തുകൾ എന്താണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് കിട്ടിയ നന്മകളാണ്, നമുക്ക് കിട്ടിയ കഴിവുകളാണ്, ആത്മീയത വളർച്ചയ്ക്ക് കിട്ടുന്ന ദാനങ്ങളാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാണ്. ഇതിനെയൊക്കെ നമ്മൾ കണ്ടെത്തി വർദ്ധിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ആഗ്രഹം, എൻ്റെ യജമാനൻ, എൻ്റെ കർത്താവ് എന്നെ ഓർത്ത് ആനന്ദിക്കട്ടെ. വചനം പറയുന്നില്ലേ, അനുദപിക്കുന്ന ഭാവിയോർത്ത് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പോൾ നമ്മളൊരു പാപത്തെക്കുറിച്ച് അനുദപിക്കുമ്പോൾ പോലും, ഒരു പാപത്തെ അതിജീവിച്ച് നമ്മൾ നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പോലും സന്തോഷിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടേത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം ഈശോ നമുക്ക് നൽകുന്നത്. നമ്മളൊക്കെ താലന്തുകളുള്ളവരാണ്, പണമല്ലല്ലോ അത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് സ്നേഹിക്കാൻ ഈശോ കൃപ തന്നിട്ടില്ലേ? ക്ഷമിക്കാൻ കൃപ തന്നിട്ടില്ലേ? ചേർത്ത് പിടിക്കാൻ കൃപ തന്നിട്ടില്ലേ? മറ്റുള്ളവരെ വളർത്താൻ കൃപ തന്നിട്ടില്ലേ? മറ്റുള്ള പരാജയങ്ങൾ അവരോട് ചേർന്ന് അവരൊന്ന് സഹായിക്കാനുള്ള കൃപ തന്നിട്ടില്ലേ? അങ്ങനെ എന്തോരം താലന്തുകളാണ് നമുക്കുള്ളത്. അതിന് പണമൊന്നും ആവശ്യമില്ലല്ലോ, സമയവും ആവശ്യമില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക. അത് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ എൻ്റെ ഈശോ എന്നെ ഓർത്ത് സന്തോഷിക്കും.
ആ അഭിമാനബോധത്തോടെ നമ്മുടെ ആത്മീയതയെ നമുക്ക് വളർത്താനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ വളരുമ്പോഴാണ് നമ്മുടെ ജീവിതം കരുത്തുള്ളതായി തീരുക. വിശുദ്ധരൊക്കെ അങ്ങനെയല്ലേ? തങ്ങളെ തന്നെ മറന്ന് തങ്ങൾ വേദനിച്ചാലും എൻ്റെ ഈശോ സന്തോഷിക്കുക, എൻ്റെ ആത്മാവ് സന്തോഷിക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ് അവർ മരിച്ചത്. അതുകൊണ്ടാണ് അവരെ ഓർത്ത് ഇന്ന് ലോകം മുഴുവൻ ആനന്ദിക്കാനുള്ള കാരണം, സന്തോഷിക്കാനുള്ള കാരണം. നമ്മുടെ ജീവിതം അങ്ങനെ ആകട്ടെ. മരണശേഷവും നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്നവരുണ്ടാകണം. സ്വർഗം നമ്മളെ ഓർത്ത് സന്തോഷിക്കണം. നമ്മളെ കണ്ടുമുട്ടുന്നവരൊക്കെ നമ്മളെ ഓർത്ത് സന്തോഷിക്കണം. അപ്പോൾ ജീവിതം എത്രയോ വിലപ്പെട്ടതായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അവരെൻ്റെ സന്തോഷത്തോട് ചേർത്ത്, എൻ്റെ സൃഷ്ടാവിൻ്റെ സന്തോഷങ്ങളോട് ചേർന്ന് ജീവിക്കുവാൻ, എൻ്റെ താലന്തുകളെ അതിനുവേണ്ടി വർദ്ധിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. ആമേൻ.